Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ അറിയോ, സ്കിൻ കെയർ എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു മന്ത്ലി വൺസ് അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ എന്താണ് സ്കിന്നിൽ ചെയ്യുന്നതെന്നുള്ളത് ചുമ്മാ ഞാൻ ചെയ്യാൻ പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കരമായ സംഭവമൊന്നുമല്ല, വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. എന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക വീഡിയോ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മുഖമൊക്കെ ഫുള്ള് വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പോവാണ്. ഞാൻ ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ്, അതായത് ഫേഷ്യൽ ഹെയർ റിമൂവർ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും മുഴുവൻ കളയാറുള്ളത്. ഇപ്പം തന്നെ നോക്കി കാണാൻ പറ്റും, കുറേ ഹെയർസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം ഓൾമോസ്റ്റ് കുറച്ച് നാളായി ഞാൻ ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇതാ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം ഇതെൻ്റെ നോർമൽ മോയ്സ്ചറൈസറാണ്, ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി. ഇത് അല്ലെങ്കിൽ ഞാൻ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പം അലോവേര ജെൽ ഇല്ല, തീർന്നു. അതുകൊണ്ട് ഞാൻ ഇത് മൊത്തമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഷേവ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഒന്നും ഇടാണ്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഭയങ്കര പാച്ചസ് വന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, പൊട്ടും, മുഖമൊക്കെ വര വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ സീറോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഷേവ് ചെയ്യാൻ പാടുള്ളൂ.
ഞാൻ ഇത് വെച്ചിട്ട് തന്നെ കേട്ടോ എൻ്റെ ഫുള്ള് മീൻസ് ഈ ഐബ്രോസും ഞാൻ ഷേപ്പ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ അതും കൂടെ ചെയ്തിട്ട് കാണാം. അപ്പൊ ഇതാ ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർസ് മൊത്തം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഡിഫറൻസ്. ചെറിയൊരു നല്ല ഒരു വൈറ്റനിങ് എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്ക്രബാണ്. സാധാരണ ഞാൻ നോർമലി നമ്മളെ ട്യൂബ്സിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഫേഷ്യൽ സ്ക്രബ്, അതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പൊ തീർന്നിട്ടാണുള്ളത്. അതുകൊണ്ട് ഞാൻ നാച്ചുറൽ ആയിട്ട് ഒരു ചെറിയ സ്ക്രബ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടൊമാറ്റോയും കുറച്ച് തക്കാളി, ഒരു ഹാഫ് തക്കാളിയും കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് മുഖമൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് നമുക്ക് സെറ്റാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ആ ഫേഷ്യൽ ഹെയർ റിമൂവറിന്റെ ആ ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് എൻ്റെ ഐബ്രോസും ഫുള്ളായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഞാൻ ലാസ്റ്റ് ടൈം പാർലറിൽ പോയിട്ട് ഐബ്രോ ഷേപ്പ് ചെയ്തത് ലാസ്റ്റ് ടൈം കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞാൻ ഈ സംഭവം ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടായിരുന്നു, ഞാൻ അപ്പോൾ ചെയ്തപ്പോൾ ജസ്റ്റ് പൊട്ടി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിമ്പിളുള്ള ഏരിയയിൽ അധികം ഇട്ടങ്ങ് റാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുറച്ച് റാഷസ് ആയിട്ട് നമുക്ക് എന്താ പറയുക കല വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാ എൻ്റെ സ്ക്രബ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ഈ പഞ്ചസാരയിലേക്കില്ലേ ഈ തേൻ ആഡ് ചെയ്യും കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം തേൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു പോർഷൻ ഓഫ് ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഷുഗറിലേക്ക് കുത്തിയിട്ട് നല്ലപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കും ഫേസ്. ഇത് ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ എന്താ പറയുക സ്ക്രബാട്ടോ. അടിപൊളി സംഭവം ഇത്. ഞാൻ ആദ്യമൊക്കെ ഇത് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറ്റേ സ്ക്രബ് വാങ്ങിക്കാൻ തുടങ്ങിയ ശേഷം അത് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഞാൻ എന്തായാലും ആ മിറർ നോക്കി ചെയ്യട്ടെ. വലിയ മിററിൽ എനിക്ക് മര്യാദ കാണാൻ പറ്റുള്ളൂ. നമ്മൾ വളരെ ജെന്റിലായിട്ട് മാത്രമേ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ സ്കിന്നെ ജസ്റ്റ് എക്സ്ഫോലിയേറ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ന് വെച്ച് ഭയങ്കരമായിട്ട് അങ്ങ് ഉരച്ച് ഇതാക്കി കൊടുക്കാൻ പാടില്ല. ഈ ടൊമാറ്റോ നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ല കേട്ടോ. പക്ഷെ ഭയങ്കര വിലയുള്ള സാധനമായിട്ട് നമ്മൾ അങ്ങനെ എടുക്കില്ല. അപ്പൊ ഇതാ ഞാൻ ഫുള്ളായിട്ട് സ്ക്രബ് ചെയ്ത് ഒരച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പീൽ ഓഫ് മാസ്ക് ഉണ്ടല്ലോ മൂക്കിന് വെക്കുന്നത്, അത് വെച്ചാണ് മൊത്തം പറിച്ച് കളയാറുള്ളത്. ഞാൻ ഓർഡർ ചെയ്ത് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ മറ്റേ നമ്മള് ഈ സംഭവം എൻ്റെ കയ്യിലുണ്ട്. മറ്റേ ടൂൾസ് ഉണ്ടല്ലോ ഈ പാർലറിലൊക്കെ നമുക്ക് ക്ലീനപ്പ് ചെയ്യുമ്പം കുത്തി തരുന്ന ആ സംഭവം ഉണ്ട്. പക്ഷെ എനിക്കത് അത്ര എഫക്റ്റീവായിട്ട് കിട്ടാറില്ല. അത് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ സ്റ്റീമൊക്കെ ചെയ്യണം മൂക്ക്. പക്ഷെ എൻ്റെ മടി കാരണം ഞാൻ അങ്ങനെ സ്റ്റീമൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് അങ്ങനെ കുത്തിയെടുക്കാൻ നോക്കും. എനിക്ക് വൈറ്റ് ഹെഡ്സ് ആട്ടോ കൂടുതൽ. അപ്പൊ ഇനി ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം. പിന്നെ ഒരു മാസ്ക് അപ്ലൈ ചെയ്യണം. കഴിഞ്ഞു. പിന്നെ നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യണം. ഞാൻ ഇത് ടൊമാറ്റോ ഇട്ടിട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് നീരൊന്ന് പിടിച്ചോട്ടെ എന്ന് വെച്ചതാണ്. ഇനി ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയണം. പിന്നെ ആ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഞാൻ ഇതാ ഫേസ് ഒക്കെ ഫുള്ളായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ തന്നെ എൻ്റെ ഇവിടുത്തെ വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറച്ച് പോയി കേട്ടോ. ഇതാണ് ഇതിന്റെ ഗുണം. സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഡേർട്സും കാര്യങ്ങളും നമ്മുടെ കുറെ ഡെഡ് സ്കിൻസും ഒക്കെ പോവും. അപ്പോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രബ് ഞാൻ ചെയ്യാറുണ്ട്. എപ്പോഴും അല്ല, ഒന്നുകിൽ 2 വീക്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 1 വീക്കിൽ ഒരു പ്രാവശ്യം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ബോഡി കെയറിന്റെ പാർട്ടായിട്ട് ഞാൻ പറയാം. അപ്പൊ ഇനിയിപ്പോ ഞാൻ ആ ടൂൾസ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇത് ചെയ്തെടുക്കട്ടെ. നമ്മൾ സ്ക്രബ് ചെയ്തതിനു ശേഷം ഇതൊക്കെ ഇങ്ങനെ കുറച്ച് നമ്മളെ പോസ് ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പെട്ടെന്ന് പോരും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്ന കാണിച്ചു.
ഇത് ഇപ്പോഴൊന്നല്ല കേട്ടോ, ഇതൊക്കെ ഞാൻ കുറേ മുന്നേ വാങ്ങി വെച്ച സാധനങ്ങളാണ്. ഇതൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യും. ഞാനത് എവിടെയോ മര്യാദയ്ക്ക് കൊണ്ടുവച്ചുകൊണ്ടൊന്നും പറ്റിയില്ല. സോ ഞാൻ ഇതിനെ കൊണ്ട് കിട്ടുന്നതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയട്ടെ. ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇക്കരെ ഫ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ആക്ച്വലി മറ്റേനേക്കാളും കുറച്ച് പെയിൻഫുള്ളാണ്. ഞാനിതിപ്പം വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എന്നറിയില്ല. ഇതിൽ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. നോക്കട്ടെ, കാണത്തില്ല കേട്ടോ. ഞാൻ ഇപ്പം ഇത് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പൊ ഞാൻ ഇത് വെച്ച് കുറച്ച് പറ്റുന്ന പോലെയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. മൊത്തമായിട്ട് പോയെന്ന് ചോദിച്ചാൽ ഇല്ല, കുറച്ചൊക്കെ പോയിട്ടുള്ളൂ. അതിന് എന്തായാലും എൻ്റെ പ്യൂരിഫയർ മാസ്ക് വന്നതിന് ശേഷം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനെ കൊണ്ട് വെറുതെ വേദന എന്നല്ലാതെ വലിയ ഉപയോഗമൊന്നുമില്ല. ഇത് ഞാൻ ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യില്ല കേട്ടോ, നോക്കിയിട്ടൊക്കെ വാങ്ങിയാൽ മതി. പക്ഷെ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോണ്ടല്ലോ നല്ല എഫക്റ്റീവാണ്. അത് ഒരു ഗുണം കേട്ടോ. നമ്മൾ ആദ്യം മുഖമൊക്കെ ഒന്ന് നല്ലപോലെ മൂക്കിൻ്റെ അടുത്ത് നമ്മൾ ആവി പിടിച്ചതിന് ശേഷം ഈ സംഭവം ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മുടെ ഈ മൂക്കിൻ്റെ അടുത്ത് പോസൊക്കെ ഓപ്പൺ ആവുമല്ലോ. അതിനുശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ എഫക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഞാൻ ഒരു മാസ്ക് ഇടാൻ പോവാണ് ഫേസിൽ. ഞാൻ നാച്ചുറൽ മാസ്ക് ആണ് ഞാൻ പ്രിഫർ ചെയ്യുക. നിങ്ങൾക്ക് മറ്റേ നമ്മുടെ കെമിക്കൽ മാസ്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാൻ എപ്പോഴും മാസ്ക് ആയിട്ട് ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും നാച്ചുറൽ മാസ്ക് ആണ്. പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഒരു ബീട്രൂട്ട് പൗഡർ ഉണ്ട്. ഞാൻ അതിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും ആഡ് ചെയ്ത് മുഖത്തിട്ട് വെക്കാൻ ചെയ്യാം. അപ്പൊ ഞാൻ അത് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഇതാണ് ഞാൻ ഇവിടെ എടുക്കുന്ന ബീട്രൂട്ട് പൗഡർ. ഇത് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ഞാൻ കുറെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ് മാസ്ക് ഇടുമ്പോൾ ഇതിങ്ങനെ സ്വിച്ച് ചെയ്ത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇടാൻ ചെയ്യാം. നാടൻ പാലുണ്ടായിരുന്നു, അതും ബീട്രൂട്ട് പൗഡറും കൂടെ മിക്സ് ചെയ്തു. അപ്പൊ ഇതാ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള എൻ്റെ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബീട്രൂട്ട് പൗഡറും ഞാൻ കുറച്ച് നോർമൽ നല്ല നാടൻ പാലും കൂടെ തയ്ച്ച് വെച്ചതാണ്. അപ്പൊ ഇത് നമുക്ക് എന്തായാലും ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മാസ്ക് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വാങ്ങിക്കുന്ന നോർമൽ നമ്മുടെ ബോട്ടിൽസിൽ കിട്ടുന്ന ഫേസ് മാസ്ക് ഉണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല. അല്ലാണ്ട് തന്നെ നാച്ചുറലി ഉള്ള ഒരുപാട് ഫേസ് മാസ്ക് നമുക്കുണ്ട്. ഇതല്ലാതെ നമുക്ക് ഈ പാലില് കോഫി പൗഡർ മിക്സ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ തൈരും കോഫി പൗഡറും ആക്കാം. അതല്ലെങ്കിൽ നമുക്ക് തേന് വെച്ചിട്ടും ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ എന്റെ കയ്യിൽ ബീട്രൂട്ട് പൗഡർ ഉള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇതാ മാസ്ക് ഒക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഡ്രൈ ഔട്ട് ആവുന്നവർ വെച്ചിട്ട് പിന്നെ നമ്മൾ ഫേസെല്ലാം വാഷ് ചെയ്യും. ഫേസ് മാസ്ക് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായിട്ട് തോന്നും. അപ്പൊ ഇത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇതിൽ കുറച്ച് ബാക്കിയുണ്ട്. ചുറ്റും ഭയങ്കര സ്കാരി ആയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അമ്മ എന്താണ് മുഖത്ത് ചെയ്ത് വെച്ചത് നല്ല രീതിയിൽ എനിക്കറിയില്ല, എക്സ്പ്രഷൻ ആയിരുന്നു ആൾക്ക്. അപ്പൊ അങ്ങനെ ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഷുക്രിന്റെ കൂടെ കുറച്ചു നേരം കളിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവളുടെ കൂടെ കുറെ നേരം കളിച്ചിരുന്നു നമ്മള്. അപ്പോഴേക്ക് ഇത് ഡ്രൈ ആവുമല്ലോ. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ ഇതൊക്കെ വല്ലപ്പോഴും മാത്രമേ ചെയ്യാനുള്ള സമയം കിട്ടാറുള്ളൂ.
ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ ഇവിടെ ഉറങ്ങുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് ഒന്നുകിൽ ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എല്ലാ സ്റ്റെപ്പും ഒന്നിച്ച് ചെയ്തത്. ഇതിപ്പോ ഞാൻ പാർട്ടായിട്ട് ഓരോ ദിവസം ഓരോന്ന് മാത്രം ചെയ്യുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ പിന്നെ കുറച്ച് ടൈം കിട്ടിയതുകൊണ്ടും അവള് കളിക്കാൻ പോയ ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവളുടെ നഖം ഒന്ന് മുറിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. കാലില് കുറച്ച് നഖം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എന്റെ ഫേസ് മാസ്ക് നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ഫേസ് നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്താലേ വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് കുറവാണ് അകത്ത്. നിങ്ങൾക്ക് തന്നെ കുറച്ച് ഇൻസ്റ്റന്റ് ഗ്ലോ പോലെ തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്തായാലും നല്ല ഡിഫറൻസ്. നമ്മള് മാസ്ക് ഒക്കെ കഴുകി ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നോർമൽ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ എൻ്റെ നിയാസനമൈഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് മാത്രം ഞാൻ ഇപ്പൊ തൽക്കാലം അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്താ പറയാ, മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യാം. ചുട്ടൊക്കെ ഇവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ട് കേട്ടോ. അതാ കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി നോക്കി, പക്ഷെ എന്നാലും കുറച്ച് ലൈറ്റ് കുറവുണ്ട്. എല്ലാവരും പ്ലീസ് എക്സ്ക്യൂസ്. ഹലോ ഗായ്സ്, ഇങ്ങോട്ട് എവിടെയല്ലേ കേട്ടോ. ഹലോ ഗൈസ്, നമ്മ കാണിച്ചു തരാം. അവിടെ നിൽക്കാം, ക്രീം ഇട്ടിട്ട് കാണിച്ചു തരാം. അയ്യോ, ഞാൻ എന്റെ നോർമൽ മോയ്സ്ചറൈസർ ഒന്നുകൂടെ അപ്ലൈ ചെയ്യാണ്. അപ്പൊ നമ്മുടെ സ്കിൻ കെയറും പരിപാടിയും ഒക്കെ കഴിഞ്ഞു. ഇവിടെ ആക്ച്വലി കുറച്ച് ലൈറ്റ് കുറവാണ്. അതാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റാത്ത. നമുക്ക് എന്താ പറയാ, നമ്മള് ഈ പാർലറിലൊക്കെ പോയിട്ട് ക്ലീനപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ നമ്മൾ സെയിം പ്രൊസീജിയേഴ്സ് നമ്മൾ വളരെ നാച്ചുറലായിട്ട് വീട്ടിൽ എങ്ങനെ ചെയ്യാന്നാണ് ഞാൻ ഇപ്പം കണ്ടില്ലേ. എൻ്റെ ഫേസ് നല്ല പോലെ ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, നല്ല സ്കിൻ കെയർ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഭയങ്കര കുട്ടി വീഡിയോ ആണ്. എല്ലാവരും എന്തായാലും ഈ സംഭവങ്ങളും ഈ സ്റ്റെപ്സും ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കുക കേട്ടോ. എന്താ പറയാ, വീക്ക്ലി വൺസ്, ഒരു 2 വീക്കൊക്കെ കൂടുമ്പോൾ ഒന്ന്, അല്ലെങ്കിൽ മന്ത്ലി വണ്ണെങ്കിലും ചെയ്ത് നമ്മുടെ സ്കിന്ന് നല്ല സൂപ്പർ ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എങ്ങനത്തെയാണ് സ്റ്റെപ്സ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ അതുവരെ എന്തായാലും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, ബൈ.